നമസ്കാരം. വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. റെയിൽ അപകടങ്ങൾ പതിവാകുന്നു. റെയിൽ ജാഗ്രതാ ബോധവൽക്കരണവുമായി റെയിൽ മൈത്രി. ആശാ വർക്കർമാരുടെ സമരം UDF ഏറ്റെടുക്കുമെന്ന് കെ സുധാകരൻ. കേരള സർക്കാരിന്റേത് മനുഷ്യത്വമില്ലാത്ത നിലപാടുകളെന്നും സുധാകരൻ. CPM-ലെ പ്രായപരിധി ചർച്ചാ വിഷയമല്ലെന്ന് EP ജയരാജൻ. ഇളവ് ഒരാൾക്കെന്നത് തെറ്റായ വ്യാഖ്യാനം. 1.5 വർഷം കാത്തിരുന്ന് പകവീട്ടി. വാരം സ്വദേശിക്ക് പരിക്ക്. കണ്ണൂരിൽ ആദ്യമായി 3D ഡിജിറ്റൽ മാമോഗ്രാം സംവിധാനം കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ. തണലായി ലൈഫ്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ മുണ്ടേരിയിൽ താക്കോൽ കൈമാറ്റം നടന്നു. നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികൾ. നടപടി കടുപ്പിച്ചു വനം വകുപ്പ്. ലഹരിയിൽ മുങ്ങിനാട്. എക്സൈസ് ആഭ്യന്തര വകുപ്പുകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. എക്സൈസ് ഓഫീസിലേക്ക് KSU മാർച്ച്. പുല്ലുവെട്ടി യന്ത്രത്തിൽ തട്ടി കയ്യേറ്റു. 10 വയസ്സുകാരന് തുണയായി ആസ്റ്റർ മിംസ്. കണ്ണൂരിൽ ഓട്ടോ തൊഴിലാളികളോട് ക്രൂരത. തൊഴിലാളി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധം. നോക്കാം വിശദമായ വാർത്തകൾ. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് ആൻഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ ആരോഗ്യ വിഭാഗം, കേരള റെയിൽവേ പോലീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റെയിൽ മൈത്രി റെയിൽ ജാഗ്രതാ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂർ ACP TK രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടുകാരാണെങ്കിലും അപകടത്തിൽപ്പെട്ടാണ് റെയിൽവേയുടെ കാര്യം പറഞ്ഞാൽ റീസെന്റ് ആയിട്ട് 4-5 പേര് ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നാണ് പറയുന്നത്. ഒരാളുടെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. റെയിൽവേയുടെ പോലീസിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം ചിലരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത് രക്ഷിക്കപ്പെട്ട ആളുടെ പേരും എനിക്ക് ഓർമ്മയില്ല. നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളെത്ര ഒരു ഗൗരവമായിട്ട് നമ്മൾ കണക്കാക്കാറില്ല. എന്നാൽ ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലോ ഒരാളെ കുത്തിക്കൊന്നാൽ അതിന് രക്തസാക്ഷി സുഖമായി ഉന്നതമായി യാത്രയായി വിലാപയാത്രയായി സർക്കാരായി ഒക്കെയായി. പക്ഷേ ഒന്നും അറിയാതെ വൈകുന്നേരം വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകാൻ ജോലിക്ക് കൂടിയുമായി. പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനിലും അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. റെയിൽവേ സ്റ്റേഷൻ മാനേജർ S. സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സിവിൽ ഡിഫൻസ് ഓഫീസർ P. ജോയ്, സബ് ഇൻസ്പെക്ടർ ഓഫ് RPF T. വിനോദ്, SI ഓഫ് പോലീസ് റെയിൽവേ പോലീസ് വിജേഷ് P., സ്റ്റേഷൻ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ T. അജയൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ K. കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വീഴ്ച സംഭവിച്ച് വളരെ ദാരുണമായി മരണപ്പെടുകയും ചെയ്യുക എന്നത് നമുക്ക് എല്ലാവർക്കും സഹിക്കുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ തടയാം, ഇതിനെങ്ങനെ നമുക്ക് ഒരു പര്യവസാനം അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ പുറത്തു കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനിടെയാണ് നമ്മുടെ ഇവിടുത്തെ വിജയ് സാർ. പോസ്റ്റ് വാർഡൻ ഷൈമ K. നന്ദി പ്രകാശനവും നടത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ആശാ വർക്കർമാരുടെ സമരം UDF ഏറ്റെടുക്കുമെന്ന് കെ സുധാകരൻ MP. കേരളത്തിലേത് മനുഷ്യത്വമില്ലാത്ത സർക്കാരാണ്. അതിനു തെളിവാണ് അർദ്ധരാത്രിയിൽ സമരത്തിന്റെ പന്തൽ പോലും പൊളിച്ചതെന്നും കെ സുധാകരൻ പറഞ്ഞു. ഈ സമരവുമായി ഞങ്ങൾ മുൻപോട്ട് പോകും എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രഖ്യാപനത്തെ കേരളത്തിലെ ജനങ്ങൾ ഇരുകൈയിട്ട് സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനത്തിനായി ഞാൻ അറിയിക്കുന്നു. ആശാ വർക്കർമാരുടെ സമരപ്പന്തൽ പൊളിച്ചത് തൊഴിലാളി സർക്കാരിന് ഭൂഷണമാണോ എന്ന് സുധാകരൻ ചോദിച്ചു. ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങളോട് മുഖംതിരിക്കുന്ന സർക്കാർ കാലുമാറ്റത്തിലൂടെ പാർട്ടിയിലെത്തിയ വ്യക്തിയെ ലഹി ഉന്നത സ്ഥാനത്തിലെത്തി ലക്ഷങ്ങൾ ശമ്പളമായി നൽകി പ്രീണിപ്പിക്കുകയാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി. മനോജ് കൂവേരി സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് TO മോഹനൻ, പ്രൊഫസർ AD മുസ്തഫ, V. സുരേന്ദ്രൻ മാസ്റ്റർ, ശ്രീജ മഠത്തിൽ, വിജിൽ മോഹനൻ, ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം എന്നിവർ സംസാരിച്ചു. K. പ്രമോദ്, രാജീവൻ എളയാവൂർ, KP സാജു, MK മോഹനൻ, അമൃത രാമകൃഷ്ണൻ, MP ഉണ്ണികൃഷ്ണൻ, സുദീപ് ജെയിംസ്, T. ജയകൃഷ്ണൻ, MP ശ്രീധരൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി.
CPM-ലെ പ്രായപരിധി ചർച്ചാ വിഷയമല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. സംസ്ഥാന സമ്മേളനം ആരംഭിക്കാനിരിക്കവെയാണ് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ അഭിപ്രായം പറഞ്ഞിരുന്നത്. ഇളവ് ഒരാൾക്ക് എന്ന് പറയുന്നത് തെറ്റായ വ്യാഖ്യാനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവെ എടുക്കുന്ന നിലപാട് പുതിയ നേതൃശക്തികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുള്ള നടപടികൾ സ്വീകരിക്കും. അത് നിയമപരമായ പരിരക്ഷയുടെ ഭാഗമായിട്ടുള്ളതല്ല. ഈ വിഷയത്തിൽ സഹകരണ മേഖലയിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും EP ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അത് ഒരാൾക്ക് വേണ്ടി എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ദുർവ്യാഖ്യാനമാണ്. പാർട്ടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട്. പക്ഷേ ചില രാഷ്ട്രീയ എതിരാളികൾക്ക് അവർ വല്ലാത്ത ഭയപ്പാടോടുകൂടി കാണുന്ന ചില സംഭവങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി അനാവശ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാക്കാൻ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങളുണ്ട്. അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നതും നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതാണ്. ഞാനീ പറഞ്ഞ ഈ പ്രായപരിധിയൊന്നും ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയമേ അല്ല. അതെല്ലാം അതാത് പാർട്ടി കമ്മിറ്റികൾ പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഘട്ടമാണ് ഉണ്ടാക്കുക. പാർട്ടി സമ്മേളനങ്ങളിലെ പുതിയ കമ്മിറ്റികൾ വരുമ്പോൾ ആ കമ്മിറ്റിയെ സംബന്ധിച്ച് ആ ഘട്ടത്തിലാണ് ആലോചിക്കുക. അല്ലാതെ മുൻകൂട്ടി ഇന്നാൾ കമ്മിറ്റിയിലുണ്ടാകും, ഇന്നാൾ കമ്മിറ്റിയിലുണ്ടാവില്ല, ഇന്നാൾ സെക്രട്ടറി ആയിരിക്കില്ല, ഇന്നാൾ കളവ് കൊടുക്കില്ല. ഇങ്ങനെയുള്ളൊരു നിലപാടൊന്നും പാർട്ടിക്കില്ല. സഹകരണ മേഖലയിൽ ഒരാൾ തന്നെ പ്രസിഡന്റായി വരുന്നത് അതിന്റെ പ്രവർത്തന രംഗത്ത് ആക്ഷേപങ്ങൾക്ക് ഇടയാക്കും. ചുമതലകൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു പുതിയ നേതൃനിര തന്നെ വളർന്നു വരുന്നുണ്ട്. കേരള ജനത ഇന്ന് വിദ്യാസമ്പന്നരാണ്. അതുകൊണ്ട് പുതിയ തലമുറയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവന്ന് നേതൃരംഗത്തേക്ക് ഉയർത്താനും പൊതുസമൂഹത്തിന് ഊർജ്ജം നൽകാനുമുള്ള പ്രായോഗിക സമീപനം എന്ന നിലപാടിലാണ് പാർട്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും EP ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ ലീഡേഴ്സ് കോളേജിലുണ്ടായ തർക്കത്തിന് 1.5 വർഷം കാത്തിരുന്ന് പകവീട്ടി യുവാക്കൾ. കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥി നിഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സീനിയർ വിദ്യാർത്ഥിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ വാരം സ്വദേശി മുനീസ് മുസ്തഫയുടെ ചുണ്ട് വെട്ടേറ്റു മുറിഞ്ഞു. ഫോൺ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് മുനീസിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. സംഭവത്തിൽ 5 പേർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. ലീഡേഴ്സ് കോളേജിലെ മുനീസിന്റെ ജൂനിയറായിരുന്നു കേസിലെ മുഖ്യപ്രതിയായ നിഷാദ്. 1.5 വർഷം മുമ്പുണ്ടായ തർക്കത്തിന്റെ പേരിൽ രാത്രികളിൽ പല തവണകളിലായി വിളിച്ച് നമുക്ക് ആ കണക്ക് തീർക്കണമെന്നും അത് തീർക്കാതെ സമാധാനമില്ലെന്നും കൊല്ലുമെന്നും നിഷാദ് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഭീഷണിയല്ലാതെ നേരിട്ട് ആക്രമണം ഉണ്ടാകാത്തതിനാൽ മുനീസ് ഇക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഫുട്ബോൾ മത്സരം കാണുന്നതിനായി സുഹൃത്തുക്കൾക്കൊപ്പം പോയതാണ് മുനീസ്. ഇതിനിടെ നിഷാദിനെ മുനീസ് കണ്ടു. ഇന്ന് രാത്രി ഈ കണക്ക് തീർക്കണമെന്ന് മുനീസിനോട് നിഷാദ് ആ സമയത്ത് പറഞ്ഞിരുന്നു. 2 വർഷമായാലും കണക്ക് തീർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് നിഷാദ് പറഞ്ഞു. ഇതോടെ മത്സരം കാണാൻ നിൽക്കാതെ മുനീസും സുഹൃത്തുക്കളും വീട്ടിലേക്ക് മടങ്ങി. ഇതിനിടെ കാൽടെക്സ് ജംഗ്ഷൻ ഭാഗത്ത് ചായ കുടിക്കാൻ കയറിയിരുന്നു. മുനീസും സുഹൃത്തുക്കളും മടങ്ങിയതറിഞ്ഞ നിഷാദ് ഇവരെ പിന്തുടരുകയായിരുന്നു. തുടർന്ന് ഇവരെ തേടിയെത്തി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്രമണം നടത്തിയത്. നിഷാദ് എത്തി ആദ്യം മർദ്ദിക്കുകയായിരുന്നു. ഇതിനുശേഷം നിഷാദിനൊപ്പം ഉണ്ടായിരുന്ന സംഘം ആക്രമിക്കുകയായിരുന്നു. മാസ്ക് ധരിച്ചെത്തിയായിരുന്നു ആക്രമണം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. തലയുടെ ഭാഗത്തേക്കാണ് ആദ്യം കത്തി വീശിയിരുന്നത്. മുനീസ് ഒഴിഞ്ഞുമാറുന്നതിനിടെ ചുണ്ടിൽ കത്തി കൊണ്ട് മുറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മുനീസിന്റെ ചുണ്ട് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കിയിരുന്നു. പൂർണ്ണമായി സംസാരിക്കാൻ കഴിയില്ല. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയാണ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ ഒളിവിലാണ്. മുഴുവൻ പ്രതികളെയും പിടികൂടുമെന്ന് കണ്ണൂർ ടൗൺ പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വാരാന്ത്യത്തിൽ ഇനിയൊരു ഇടവേള.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂരിലെ ആദ്യത്തെ അത്യാധുനിക 3D ഡിജിറ്റൽ മാമോഗ്രാം സെന്റർ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര 3D ഡിജിറ്റൽ മാമോഗ്രാം സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഈ നൂതന സാങ്കേതിക വിദ്യ സ്ഥാനാർബുദ പരിശോധനയിലും നേരത്തെയുള്ള കണ്ടെത്തലിലും വിപ്ലവം സൃഷ്ടിച്ച് കണ്ണൂർ മേഖലയിലെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥികൾ, ആശുപത്രി ജീവനക്കാർ, കമ്മ്യൂണിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അത്രയും ആക്യുറേറ്റ് പിൻപോയിന്റ് ബയോപ്സി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അത് നമ്മളൊരു അൾട്രാസൗണ്ട് ഗിയർ ബയോപ്സിയാണ് ചെയ്യുക. ഇത് മെഷീനിൽ തന്നെ ആ പിൻപോയിന്റ് ഡയറക്റ്റ് ആ ലീഷനിലോട്ട് മാത്രം പോയിട്ട് നമുക്ക് ബയോപ്സികൾ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ഈ മാമോഗ്രാമിന്റെ ഒരു പ്രാഥമിക ടെസ്റ്റിംഗ് ഫെസിലിറ്റി കൂടി ആയതുകൊണ്ട് ഡിജിറ്റലിലേക്ക് പോകാനുള്ള പ്രധാന കാരണങ്ങളൊന്നും ഒരു അനലോഗ് സിസ്റ്റത്തിന്റെ അകത്ത് കുറച്ചും കൂടി അഡ്വാൻസ് സാധനങ്ങൾ പോയി ജെംസ് സൂചിപ്പിച്ച പോലത്തെ ഒരു ബയോപ്സി അടക്കമുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൊണ്ടാണ് ഇത് പോകുന്നത്. ഓങ്കോളജിയിലേക്ക്, ക്യാൻസറിലേക്ക് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കൂടി കാലുവെക്കുന്നതിന് ഒരു തുടക്കം കൂടിയാണ്. സ്ഥാനാർബുദത്തെ ചെറുക്കുന്നതിൽ നേരത്തെയുള്ള കണ്ടെത്തലിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് കണ്ണൂർ BMH മെഡിക്കൽ അഡ്വൈസർ ആൻഡ് ചീഫ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസറിക്ക് സ്വാഗതം ആശംസിച്ചു. കണ്ണൂരിലേക്ക് അത്യാധുനിക ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ നൽകാനുള്ള ആശുപത്രിയുടെ പ്രതിബദ്ധത പ്രശംസനീയമാണെന്ന് BMH കണ്ണൂർ CEO നിരു മുണ്ടയാടൻ അധ്യക്ഷ പ്രസംഗം നടത്തി. എന്ന ഒരു മാരി എങ്ങനെ നേരത്തെ കണ്ടെത്താം എന്നതിനുള്ള ഒരു ഡിറ്റക്ഷൻ ഏരിയയാണ് മാമോഗ്രാം എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. ഇതിന് നൂതന സാങ്കേതികവിദ്യ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഏറ്റവും നൂതനമായ ആധുനികമായ ഒരു മിഷൻ ഇവിടെ സ്ഥാപിക്കുക എന്നായിരുന്നു നമ്മൾ കുറച്ച് കാലമായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു നേട്ടമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാനത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 3D ഡിജിറ്റൽ മാമോഗ്രാം. കൂടാതെ കണ്ണൂരിലേക്ക് ഈ വിപ്ലവകരമായ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും സ്ഥാനാർബുദം നേരത്തെ കണ്ടെത്തുന്നതിനും തടയുന്നതിനുമുള്ള മികച്ച ചികിത്സാ മാർഗങ്ങൾ സ്ത്രീകൾക്ക് നൽകുക എന്നതാണ് ലക്ഷ്യമെന്നും ഈ പുതിയ കേന്ദ്രം തങ്ങളുടെ BMH ഫാമിലി കണ്ണൂരിലേക്ക് ലോകോത്തര ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ നൽകാനുള്ള പ്രതിബദ്ധത അടിവരയിടുന്നതാണെന്നും കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ CEO നിരു മുണ്ടയാടൻ കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലയിലേക്ക് നൂതന മെഡിക്കൽ സാങ്കേതിക വിദ്യ കൊണ്ടുവന്ന കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഈ വിപ്ലവകരമായ കാൽവെപ്പിനെ അഡ്വക്കേറ്റ് പി ഇന്ദിരയും പ്രശംസിച്ചു. അതിന്റെ ഭാഗമായി നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും നമ്മളോട് സഹകരിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പാർട്ടായി നിൽക്കാൻ നമുക്കും താല്പര്യമുണ്ട്. അതിനുവേണ്ടി ഞങ്ങളും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഇത്ര നല്ല വിലപിടിച്ചിട്ടുള്ള ഒരു ഉപകരണമാണെന്ന് അറിയാലോ. എന്തായാലും ആ ഒരു തരത്തിലേക്ക് ഇനിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനങ്ങൾക്ക് ഒരു രോഗം നേരത്തെ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇത് ബ്രസ്റ്റ് ക്യാൻസർ, അതോടൊപ്പം മറ്റുള്ളതും ക്യാൻസറും എങ്ങനെയാണ് നേരത്തെ കണ്ടുപിടിക്കുക, അതിൻ്റെ ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇവിടേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള അസുഖം എന്നുള്ള നിലയിൽ ആ ഒരു മോഡേൺ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് മറ്റു രോഗങ്ങൾക്കും ഓങ്കോളജിയിലുള്ള മറ്റ് ഒരുപാട് 90-അതിലധികം ക്യാൻസർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഇത്. അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള മോഡേൺ ഇൻസ്ട്രുമെന്റ് നിങ്ങൾ ഇനിയും കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. കൂടാതെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് പ്രാപ്യവും വിശ്വസനീയവുമായ സ്ക്രീനിംഗിന്റെ പ്രാധാന്യം കണ്ണൂരിനെ സ്ഥാനാർബുദ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഊർജ്ജമാണെന്നും ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര പറഞ്ഞു. നമുക്കറിയാം, എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് അർബുദം എന്ന് പറയുന്നത് എല്ലാവരെയും വളരെ പേടിപ്പെടുത്തുന്ന ഒരു അസുഖമാണ്. അത് ഒരുപക്ഷെ ആ രോഗമുണ്ട് എന്നറിയുന്നതിന് പോലും ആളുകൾക്ക്
താല്പര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരൊരു സ്ക്രീനിങ് ടെസ്റ്റിന് പോലും തയ്യാറാവാത്തത്. കാരണം അത് പറയാൻ കാരണം ഞങ്ങൾ കോർപ്പറേഷനിൽ തന്നെ എല്ലാ വർഷവും ക്യാൻസർ ഒരു നിയന്ത്രിത കോർപ്പറേഷൻ ആക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും ഞങ്ങൾ ഈ ക്യാമ്പ് നടത്താറുണ്ട്. മലബാർ ക്യാൻസർ സൊസൈറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ക്യാമ്പ് നടത്താറുണ്ട്. അതിലേക്ക് ആളുകൾ വരുന്നത് തന്നെ വളരെ പേടിയോടെയാണ്. നമ്മുടെ സ്ത്രീകളെ വീടുകളിൽ പോയി പിടിച്ചു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണുള്ളത്. കൂടുതൽ കൃത്യവും വിശദവുമായ സ്തനാർബുദ പരിശോധനയ്ക്കായി മെച്ചപ്പെടുത്തിയ ഇമേജിംഗ് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളാൽ കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആദ്യത്തെ 3D ഡിജിറ്റൽ മോമോഗ്രാം സെന്ററാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂരിൽ 3D ഡിജിറ്റൽ മോമോഗ്രാം സെന്റർ ആരംഭിച്ചത് മേഖലയിലെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുവാനാണ്. നേരത്തെയുള്ള സ്തനാർബുദ കണ്ടെത്തലിനും സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഒരു പ്രധാന ഉറവിടമാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഈ മുന്നേറ്റം. ചീഫ് ആൻഡ് സീനിയർ കൺസൾട്ടന്റ് ഒബ്സ്ട്രറ്റിക് ആൻഡ് ഗൈനക്കോളജി ഡോക്ടർ സോയ ഗോപകുമാർ, സീനിയർ കൺസൾട്ടന്റ് ഒബ്സ്ട്രറ്റിക് ആൻഡ് ഗൈനക്കോളജി ഡോക്ടർ ഗീത മേക്കോത്ത്, കൺസൾട്ടന്റ് റേഡിയോളജി ഡോക്ടർ റിൽഷാദ് AK, ഓപ്പറേഷൻസ് മേധാവി BRP ഉണ്ണിത്താൻ, ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ലൈഫ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗുണഭോക്തൃ സംഗമവും താക്കോൽ കൈമാറ്റവും മുണ്ടേരി പഞ്ചായത്ത് ഹാളിൽ നടന്നു. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രദേശാടനങ്ങൾക്കുള്ള പ്രാമുഖ്യം നൽകുന്ന ഒരു ഗവൺമെൻറ്റാണ് അതിൻ്റെ പ്രാധാന്യം പ്രസ്തുതിയും പ്രാമുഖ്യമാകുന്ന ഒരു നിലപാട് ആ ഗ്രാമങ്ങളിൽ മാറ്റമുണ്ടാകും. ആ ഗ്രാമങ്ങളിൽ മാറ്റമുണ്ടാക്കാനുള്ള പദ്ധതികളും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് സംസ്ഥാന സർക്കാർ യുദ്ധകാല സാഹചര്യങ്ങളെ കണക്കെടുത്തുകൊണ്ട് ഭൂമിഭാവം നൽകുന്നതും സാമ്പത്തികവും ആരോഗ്യവും സാങ്കേതികമായ സൗകര്യം നൽകുന്നതും നമ്മൾ. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനിഷ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് A പങ്കജാക്ഷൻ സ്വാഗതം പറഞ്ഞു. ലൈഫ് 2020 പദ്ധതിയിൽ ആകെ ഗുണഭോക്താക്കൾ 186, കരാർ ഒപ്പുവെച്ചവർ 102, ആകെ പൂർത്തീകരിച്ചത് 96. ഇതിൽ 39 ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽ കൈമാറ്റമാണ് ഇന്ന് മന്ത്രി നിർവഹിച്ചത്. പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയിൽ രജിസ്റ്റർ ചെയ്തത് 23 പേരാണ്. ആദ്യ ഗഡു നൽകിയത് 8 പേർക്കും ബാക്കി പേർക്ക് ഭവന നിർമ്മാണം പുരോഗമിക്കുകയുമാണ്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ K ഷിംന പദ്ധതി വിശദീകരണം നടത്തി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മുംതാസ്, DMC ലൈഫ് മിഷൻ MP വിനോദ് കുമാർ, C ലത, KV പ്രസീത, P ചന്ദ്രൻ, PC അഹമ്മദ് കുട്ടി, P രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി അതിക്രമം തടയാൻ സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊണ്ടുവരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മുകേരി പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകൻ AK ശ്രീധരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ രഹസ്യമായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. മാർച്ച് 15-നുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കും. കാട്ടുപന്നിയുടെ കുത്തേറ്റ് മരിച്ച ശ്രീധരന്റെ കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി നൽകാൻ നിയമപരമായി സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അത് ഈ കുടുംബനാഥൻ മരിച്ചുപോയ കുടുംബനാഥന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവരുൾപ്പെടെ ആ പ്രദേശത്ത് കഴിഞ്ഞ കുറേ കാലമായി വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടാകുന്നുണ്ട്. ആ കൃഷിനാശം സംബന്ധിച്ച കണക്കുകൾ വളരെ പെട്ടെന്ന് തിട്ടപ്പെടുത്തി കൃഷി ഓഫീസറോട് ആ റിപ്പോർട്ട് വനംവകുപ്പിന് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് ആ കൃഷിനാശത്തിനുള്ള തുകയും കൈമാറാൻ തീരുമാനിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ മുമ്പൊരിക്കലും ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. അതൊരു പുതിയ അനുഭവമാണ്. ഈ അനുഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് മുൻകരുതലുകൾ കഴിയുന്നത്ര എല്ലാ സ്ഥലങ്ങളിലും സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ്. എവിടെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള
ഒരു സാഹചര്യം ഉണ്ടോ എന്ന ഒരു സംശയം ഇവിടെ ഉന്നയിക്കപ്പെടുകയുണ്ടായി. കൃഷിനാശമുണ്ടായ മേഖലയിൽ പരിശോധന നടത്തി ജില്ലാ കൃഷി ഓഫീസർ നഷ്ടം കണക്കാക്കി ഡിഎഫ്ഒവിന് നൽകിയാൽ കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം അനുവദിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം തോക്കുള്ള ജവാന്മാരുടെ സേവനം ഇക്കാര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ തടസ്സമാകരുതെന്നും യോഗത്തിൽ ആവശ്യം വന്നു. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, KP മോഹനൻ MLA, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപ, DFO S വൈശാഖ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. ലഹരിക്കെതിരെ എക്സൈസ്, ആഭ്യന്തര വകുപ്പുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ജില്ലാ എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കളക്ട്രേറ്റ് ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ച നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉദ്ഘാടകൻ സജീവ് ജോസഫ് MLAയുടെ പ്രസംഗത്തിന് ശേഷം വിദ്യാർത്ഥികൾ കളക്ട്രേറ്റ് ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. ഇതിൽ ഒന്നാം പ്രതി, ഈ സംഭവങ്ങളുടെ ഒന്നാം പ്രതി കേരളത്തിലെ സർക്കാരാണ്. ഇവിടെ മദ്യം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞ സർക്കാർ തന്നെ മദ്യത്തെ മാത്രമല്ല മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി ഉപഭോഗം കേരളത്തിൽ ഗണ്യമായി കുറയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് സാംസ്കാരിക നായകന്മാരെ കൊണ്ട് പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന ഇടതുമുന്നണി സർക്കാർ കഴിഞ്ഞ 9 വർഷക്കാലവും ഇവിടെ കേരളത്തിൽ ലഹരി വ്യാപനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഗവൺമെന്റും ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായും പരോക്ഷമായും ഈ ലഹരി വ്യാപനത്തെ പിന്തുണയ്ക്കുന്ന, അതിനെ ന്യായീകരിക്കുന്ന, അതിനെ സജ്ജമാക്കി കൊടുക്കുന്ന, അതിലെ പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിൽ രഹസ്യമായും പരസ്യമായും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിച്ചതോടെ പോലീസിന് നേരെ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. തുടർന്ന് നേതാക്കളായ ഫർഹാൻ മുണ്ടേരി, MC അതുൽ എന്നിവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. തുടർന്ന് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ സജി ജോസഫ് MLA ഇടപെട്ടാണ് അനുനയിപ്പിച്ചത്. കലക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, അമൽ തോമസ് എന്നിവർ സംസാരിച്ചു. ആഷിദ് അശോകൻ, രാഗീഷ് ബാലൻ, അർജുൻ കോറം തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. സിറ്റി ന്യൂസ് കണ്ണൂർ. പുല്ലുവെട്ടി യന്ത്രത്തിൽ കൈ കുടുങ്ങിയതിനെ തുടർന്ന് 2ആയി മുറിഞ്ഞുപോയ കൈ കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെ പുനർയോജിപ്പിച്ചു. ആലക്കോട് സ്വദേശിയായ ആൽബിൻ സാജുവിന്റെ വലതുകൈയാണ് പുല്ലുവെട്ടി യന്ത്രത്തിൽ കുടുങ്ങി കൈക്കുഴയ്ക്ക് മുകളിൽ വെച്ച് 2ആയി മുറിഞ്ഞുപോയത്. അതിസങ്കീർണമായ ശസ്ത്രക്രിയ ആസ്റ്റർ മിംസിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് നിർവഹിച്ചത്. അറ്റുപോയ കൈയുടെ ഒരു ഭാഗം അടുത്ത വീട്ടുപറമ്പിലേക്കാണ് തെറിച്ചു വീണത്. ഉടൻ തന്നെ കുഞ്ഞിനെ കൊണ്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചു. അവിടെ നിന്നും പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം മൈക്രോവാസ്കുലർ സർജറി സംവിധാനമുള്ള ആശുപത്രി എന്ന നിലയിൽ കണ്ണൂർ ആസ്റ്റർ മിംസിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലാണ് ആൽബിൻ ആസ്റ്റർ മിംസിൽ എത്തിച്ചേർന്നത്. മുറിഞ്ഞുപോയ ഭാഗം നിലത്ത് വീണ് മണ്ണും അഴുക്കും പുല്ലുമെല്ലാം പറ്റി അണുബാധയ്ക്ക് സാധ്യതയുള്ള അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ ഇവയെല്ലാം നീക്കം ചെയ്ത് വൃത്തിയാക്കിയെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. അതേസമയം തന്നെ ഗുരുതരമായ പരിക്ക് പറ്റിയ കൈത്തണ്ടയിലെ 2 അസ്ഥികൾ ഓർത്തോപീഡിക് വിഭാഗത്തിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്ലേറ്റ് ഉപയോഗിച്ച് ഉറപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പ്ലാസ്റ്റിക് സർജറി സംഘത്തിന്റെ നേതൃത്വത്തിൽ അറ്റുപോയ ഭാഗം കൂട്ടിയോജിപ്പിക്കുന്ന സർജറി ആരംഭിച്ചു. 2 ധമനികളും 5 സിരകളും ഞരമ്പുകളും 20 സ്നായുക്കളുമാണ് സങ്കീർണമായ സർജറി വിജയകരമായി കൂട്ടിയോജിപ്പിച്ചത്. ഇത്രയും സങ്കീർണമായ ശസ്ത്രക്രിയ പൂർണ്ണ വിജയകരമായി പൂർത്തീകരിക്കുക എന്നത് അപൂർവമാണെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര HS പറഞ്ഞു. അദ്ദേഹത്തിന് പുറമെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ നിബു കുട്ടപ്പൻ, ഓർത്തോപീഡിക് വിഭാഗം ഡോക്ടർ നാരായണ പ്രസാദ്, അനസ്തേഷ്യോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ സുഹാസ്, എമർജൻസി വിഭാഗം ഡോക്ടർ ജിനേഷ് വീട്ടിലകത്ത് എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. കണ്ണൂർ കോർപ്പറേഷൻ മേയറുടെ ഓട്ടോറിക്ഷ തൊഴിലാളി വിരുദ്ധ നിലപാട്. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU കണ്ണൂർ ഏരിയ സെക്രട്ടറി കാടൻ ബാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു.
കണ്ണൂർ കോർപ്പറേഷൻ മേയറുടെ ഓട്ടോറിക്ഷ തൊഴിലാളി വിരുദ്ധ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. എല്ലാ നേതാക്കളും സംസാരിച്ചു. കാൽടെക്സ് ജംഗ്ഷനിനകത്തുള്ള എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അവിടെ സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായതാണ്. ആ ഓട്ടോ സ്റ്റാൻഡ് ഇന്നലെ മുതൽ വളരെ വിരലിലെണ്ണാവുന്ന വണ്ടികൾ മാത്രമേ അവിടെ നിർത്താൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ വെച്ചുകൊണ്ട് ബോർഡ് സ്ഥാപിച്ചിരിക്കുക. ഇത് 4000-ഓളം വരുന്ന ഓട്ടോ തൊഴിലാളികളെയും കുടുംബങ്ങളെയും മണ്ണിൽ കഞ്ഞിയിൽ മണ്ണിടുന്ന പ്രവൃത്തിയാണ്. ഇതിനെതിരായിട്ടാണ് ശക്തമായ സമരം ഇന്നിവിടെ നടത്താൻ തയ്യാറായിട്ടുള്ളത്. കണ്ണൂർ NS ടാക്കീസിന് മുമ്പിൽ നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡ് വെട്ടിക്കുറച്ചതിൽ തൊഴിലാളികൾ പ്രതിഷേധം അറിയിച്ചു. CITU കണ്ണൂർ ഏരിയ സെക്രട്ടറി കാടൻ ബാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. N ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ AV പ്രകാശൻ, സത്യൻ ചാലക്കര, കുന്നത്ത് രാജീവൻ, K ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.